ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഒരു സാധാരണ കെട്ടിടത്തിന് നമുക്കൊരിക്കലും സഭ എന്ന് പറയുവാനായിട്ട് കഴിയപ്പെടത്തില്ല. നിങ്ങൾ ലോകം മാടി വിളിക്കുമ്പോൾ, ലോകത്തുള്ളവർ മാടി വിളിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവർ നിങ്ങൾ ഫലം കായ്ക്കുന്നു എന്നറിയപ്പെടുമ്പോൾ നിങ്ങളെ മാടി വിളിക്കുന്ന സമയങ്ങളിലേക്ക് സ്വർഗത്തിലെ കർത്താവ് നമ്മളെ നിലനിർത്തിയിരിക്കുന്ന മേഖലകളിൽ പറ്റിപ്പിടിച്ചു നിൽക്കുവാനായിട്ട് മറന്നു പോകരുത്. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് 33.5 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. 30 വർഷക്കാലം ഇരുന്ന് പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു, പഠിച്ചു, പഠിപ്പിച്ചു. ഭൂമിയിലൊരു സാധാരണ മനുഷ്യനെ പോലെ ദാഹമുള്ളവനായി, വിശപ്പുള്ളവനായി, വേദനയുള്ളവനായി, ഒരമ്മയ്ക്ക് ഒരു മകനായി, ചില സഹോദരങ്ങൾക്കൊരു സഹോദരനായി, എല്ലാവർക്കും എല്ലാമായി ഒക്കെ നിന്നതിന് ശേഷം 3 വർഷക്കാലം കൊണ്ട് ഒരു 10 മനുഷ്യായുസ്സിൽ ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്ന് നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ പലതും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ നിയമത്തിൻ്റെ സഭ സ്ഥാപിക്കുക എന്നുള്ളത് ക്രിസ്തുവിനെ പിതാവായ ദൈവം ഏൽപ്പിച്ച ഒരു ഭാഗമാകൊണ്ടും ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരിക്കുന്ന അതേ ഫെലോഷിപ്പ് അഥവാ കൂട്ടായ്മ ബന്ധം, നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മ. നിരാശപ്പെട്ടിരിക്കുമ്പോൾ ദൈവം കൂട്ടായ്മയ്ക്കകത്ത് പ്രവർത്തിക്കും. രോഗിയായിരിക്കുമ്പോൾ കൂട്ടായ്മയ്ക്കകത്ത് സൗഖ്യം തരും. നമ്മൾ വേദനയിലും ദുഃഖത്തിലായിരിക്കുമ്പോൾ കൂട്ടായ്മയ്ക്കകത്ത് അവൻ ആശ്വസിപ്പിക്കാം. പിശാച് വട്ടം കൂടി നമ്മളെ കൊടുക്കാൻ നോക്കുന്ന സമയത്തിൽ വചനത്തിലൂടെ ചെന്ന് വീണ് കൊടുക്കരുത് എന്ന് ദൈവം പറയും. അങ്ങനെ കൂട്ടായ്മയിലൂടെ ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ക്രിസ്തു കൂട്ടായ്മ നടത്തിക്കൊണ്ടിരുന്നു. അന്ന് അനേക സിനഗോഗുകളിൽ കർത്താവ് പ്രസംഗിച്ചു. അല്ലെങ്കിൽ യെരൂശലേം ദൈവാലയം ഉൾപ്പെടെ ഉള്ളിടത്ത് മരത്തിൻ്റെ മൂട്ടിൽ, അതോടനുബന്ധിച്ച് കടൽക്കരയിൽ, വഴിവക്കിൽ, വീടുകളിൽ, അനേക സ്ഥലങ്ങളിൽ യേശു കൂട്ടായ്മ ബന്ധം പുലർത്തുവാൻ ജനങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുന്നതിന് മുൻപായിട്ട് ഭൂമിയിൽ പുതിയ നിയമസഭ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ഭക്തനായിരിക്കുന്ന പത്രോസിനെ വിളിച്ചു, വേർതിരിച്ചു, ആക്കിയിട്ട് അവനോട് പറഞ്ഞു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ത്യാഗ മനോഭാവത്തോടുകൂടി കർത്താവ് വിളിച്ച സമയത്തിൽ പത്രോസ് ഇറങ്ങി തിരിച്ചു വന്നു. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാസ്റ്ററുടെ മകനായിട്ട് ജനിച്ച വ്യക്തിയല്ല പത്രോസ്. പത്രോസിനെ സംബന്ധിച്ച് 3-4 പാരമ്പര്യം അതേ പറയുവാൻ യാതൊന്നുമേ ഇല്ല. ഒരു സാധാരണ എടുത്തുചാട്ടക്കാരനായിരിക്കുന്ന, മീൻപിടുത്തക്കാരനായിരിക്കുന്ന, കോപിഷ്ടനായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ കടന്നു വന്ന സമയത്തിൽ നോക്കി നിൽക്കുവാൻ കഴിയാതെ കൊണ്ട് ക്ഷമ കെട്ടിട്ട് കയ്യിലിടുന്ന കത്തിയെടുത്ത് അവനെ ആഞ്ഞുവെട്ടി അവൻ്റെ ചെവിയെ ആർത്തെടുക്കാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിച്ച പത്രോസ് എന്ന് പറയുന്ന ഈ ദേശീയക്കാരൻ, കോപാകുലനായിരിക്കുന്നവൻ, എടുത്തുചാട്ടക്കാരൻ ആയിരിക്കുന്ന വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പാറയാണ്, നീ ഉറപ്പുള്ളവനാണ്, നീ ഒരു കൽക്കഷ്ണമാണ്. കാരണം മഴയ്ക്ക് നിന്നെ ഒഴുക്കിക്കൊണ്ട് പോകാൻ കഴിയപ്പെടത്തേ ഇല്ല, വേനലിന് നിന്നെ ഉരുക്കിക്കളയുവാനും കഴിയത്തേ ഇല്ല. കഷ്ടതയിലും ദുഃഖത്തിലും വേദനയിലും പരിശോധനയിലും പ്രതികൂലത്തിലും പ്രതിസന്ധികളിലും ഒക്കെയും പിടിച്ചു നിൽക്കുവാൻ കഴിവുള്ള ബലമുള്ള കൽക്കഷ്ണമായിരിക്കുന്ന ഉറപ്പുള്ള പത്രോസേ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എനിക്കൊരു അപ്പോസ്തലനെ ആവശ്യമാണ്. ആ അപ്പോസ്തലനെ ആദ്യം ഞാൻ വേർതിരിച്ച് കൊണ്ടാക്കിയിട്ട് അവനുമായി ബന്ധത്തിൽ ഞാൻ എൻ്റെ പള്ളിയെ പണിയും. ഇതായിരുന്നു എന്തിനു വേണ്ടിയിട്ട്? ക്രിസ്തു പിതാവിൻ്റെ അടുക്കലേക്ക് നമുക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തണമെങ്കിൽ ഇവിടെ സഭ വേണം. പരിശുദ്ധാത്മാവ് നടത്തുന്നു എങ്കിലും അപ്പോസ്തലന്മാരാകുന്ന
ആമേൻ. ബേസ്മെൻറ്റിൽ ഇവരെയൊക്കെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ദൈവം തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആമേൻ സഭയുടേതായിട്ടുള്ള ആ ഒരു തുടക്കം പത്രോസിൽ നിന്ന് ആരംഭിച്ചു എന്നുള്ളത്, ഒരു അപ്പോസ്തലിൽ നിന്ന് ആരംഭിച്ചു എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാം. പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് പുറത്തു കയറാൻ പറ്റിയില്ല. പക്ഷേ സഭ ഒരുമിച്ച് കൂടി. സഭ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ദൈവസഭ ഒരുമിച്ച് കൂടിയിട്ടവർ ഒരുമിച്ചിരുന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലെ അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങളുടെ അപ്പോസ്തലൻ ജയിലറയ്ക്കകത്ത് കിടക്കുകയാണ്, അവൻ പുറത്തു വരണം. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. സഭ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന സ്വർഗത്തിലെത്തിയ സമയത്തിൽ ദൈവം ഒരു ദൂതനെ ഉടനടി പറഞ്ഞയച്ചു. ആ ദൂതൻ ഓടിച്ചെന്ന് ആ കാരാഗ്രഹത്തിനകത്ത് ചെന്ന് പത്രോസിൻ്റെ ചങ്ങലകളെ അഴിച്ചു. ആ ഡോറുകളിലെ എല്ലാത്തിൻ്റെയും ലോക്കുകളെല്ലാം ക്രമീകൃതമായി സ്വത്രം അഴിച്ച് എല്ലാം മാറ്റി പത്രോസിനെ വിളിച്ചുകൊണ്ട് വന്നു. സഭ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വീടിൻ്റെ വെളിയിൽ വരെ കൊണ്ടെത്തിച്ചു. എന്നിട്ട് ദൈവദൂതന്മാർ കടന്നുപോയി. അപ്പോൾ സഭ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തബീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അവൾ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ പത്രോസ് വന്ന് നിന്നു. പള്ളി കാര്യങ്ങളിലെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുട്ടിയാണ്. പക്ഷെ പത്രോസ് വന്ന് കണ്ടപ്പോഴത്തേക്ക് അവൾ സഭയോട് ചെന്നിട്ട് ഇപ്രകാരം ഈ വിധത്തിലേക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത്? വേറെ ഒന്നുമല്ല, പത്രോസ് വന്നിരിക്കും. സഭ പറഞ്ഞു, നിനക്ക് എന്തേ ഭ്രാന്ത് പിടിച്ചുവോ? ജയിലിൽ കിടക്കുന്ന പത്രോസ് വന്നെന്നോ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് അവർ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവർക്ക് വിശ്വാസമില്ല. ഒടുവിൽ ചെന്ന് കൺഫേം ചെയ്ത സമയത്തിലാണ് പത്രോസിനെ വന്നു എന്നുള്ളത്. ഞാൻ തിരിച്ചു വരട്ടെ സഹോദരങ്ങളെ. സഭ പ്രാർത്ഥിച്ചപ്പോൾ ചിലത് അങ്ങനെ കർത്താവ് അവിടെ ഒരു അത്ഭുതത്തെ, ഒരു അതിശയത്തെ അവിടെ ചെയ്യുവാൻ സഭയെ വേർതിരിച്ചതുപോലെ തന്നെ പത്രോസാകുന്ന ആ ഉറപ്പുള്ള മനുഷ്യനെ സഭയ്ക്ക് വേണ്ടിയിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ സഭയ്ക്ക് ചില പ്രത്യേകമായ ചില നിർദ്ദേശങ്ങൾ പലതും ദൈവം കൊടുക്കുവാനിടയായി തീരപ്പെട്ടു. സഭ എന്താണെന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ സഭ എന്തല്ല എന്നുള്ളതിനെക്കുറിച്ച് ആദ്യമൊന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് ആവശ്യം. ഒരു സാധാരണ കെട്ടിടത്തിന് നമുക്കൊരിക്കലും സഭ എന്ന് പറയുവാനായിട്ട് കഴിയപ്പെടത്തില്ല. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് സഭ. ദൈവത്തെ കർത്താവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ അതെ യഥാർത്ഥത്തിലൊരു സഭയായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് തീരപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു സംഘടന എന്ന് പറയുന്നത് സഭയല്ല. അതൊരു ഗവൺമെൻറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു സംഘടനയുടെ നെയിം ആവശ്യമായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്. ഒരു സമുദായം ഒരിക്കലും ഒരു സഭയല്ല. ഒരു വ്യക്തി ഒരു പ്രത്യേക ക്രിസ്തീയ സമുദായത്തിൽ ജനിച്ചെന്ന് വെച്ചുകൊണ്ട് അവൻ സഭയിൽ ഒരംഗമാകണമെന്നില്ല. അവൻ ജനിച്ചു അവിടെ വെച്ച്. പക്ഷെ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഓടി ആ വ്യക്തിയുടെ അടുക്കിലേക്ക് കടന്നു വരപ്പെടുന്ന സമയത്തിൽ ആ വ്യക്തി സഭയോട് ചേർത്ത് കൊണ്ടിരിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയൊരു ബോർഡ് വെച്ചതുകൊണ്ട് അത് സഭ എന്ന് പറയുവാനായിട്ട് കഴിയപ്പെടത്തേ ഇല്ല. പ്രത്യേക ഒരു ദൗത്യത്തോടുകൂടി ദൈവം വിളിച്ചു കൂട്ടുന്ന ഒരു വിഭാഗത്തിന് പറയുന്ന പേരാണ് സഭ. സ്വതം. അത് പ്രത്യേക ഉദ്ദേശത്തോടുകൂടി ദൈവം വിളിച്ച് വേർതിരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കൂട്ടം. ലോകസഭയുണ്ട്, ആ സഭ വേറെയാണ്. രാജ്യസഭയുണ്ട്, ആ സഭ വേറെയാണ്. ഇനി ഗ്രാമസഭയുണ്ട്, ആ സഭയും വേറെയാണ്. ഈ സഭകളെല്ലാം പലതരം. ഇത് ദൈവം ഓരോ പട്ടണത്തിന് വേണ്ടിയിട്ട്, ദേശത്തിന് വേണ്ടിയിട്ട് ദൈവം അതാത് മേഖലകൾക്കകത്ത് വ്യക്തമായിട്ട് വിളിച്ചു വേർതിരിച്ചിരിക്കപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്, അഥവാ അവർക്കൊരു പ്രത്യേകമായ ദൗത്യമുണ്ട്. ആ ദൗത്യത്തോടുകൂടി തന്നെ വേർതിരിച്ചിരിക്കപ്പെടുന്ന ഒരു പ്രത്യേക ഭാഗമാണ് കർത്താവ് പഠിപ്പിക്കുന്ന ഈ സഭ എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടുന്നു. അതിനൊരു ദൗത്യമുണ്ട്, ഒരു പ്രത്യേക ദൗത്യമുണ്ട്. എന്താ? മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കപ്പെടുമ്പോൾ ആ സഭയ്ക്കകത്ത് അവരെ കൂട്ടി വരുത്തിയതിന് ശേഷമാണ് ദൈവം ട്രീറ്റ് ചെയ്യുന്നത്, ദൈവം അവരെ സൗഖ്യമാക്കുന്നത്, ദൈവം അവരോട് സംസാരിക്കുന്നത്, ദൈവം അവരെ പണിയുന്നത്, അല്ലെങ്കിൽ ദൈവം അവരെ ആശീർവദിക്കുന്നത്, ദൈവം അവരെ അനുഗ്രഹിക്കുന്നത്. ഒന്ന് കൈയടിച്ച് എല്ലാവർക്കും കർത്താവിന് സ്തുതി അർപ്പിക്കാവോ, സ്തോത്രം അർപ്പിക്കാവോ. 3 പ്രത്യേക സഭകൾ. ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ ഒരേ ഒരു ആഗോള സഭ എന്ന് പറയുന്ന ഒരു സഭ മാത്രമാണ് കർത്താവിനുള്ളത്.
എന്നാൽ സ്തോത്രം, ഭരണസാരഥ്യാർത്ഥം ദൈവ ലോക്കൽ ചർച്ചസ് അല്ലെങ്കിൽ പ്രാദേശിക സഭകൾ പലയിടങ്ങളിലും ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരിക്കൽ കൂടി ഒന്ന് ശക്തിയോടൊന്ന് കൈയടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് ഭൂമിയിലൊരു സഭയുള്ളതിനെ കൊണ്ട് കർത്താവിന് നമുക്ക് കരങ്ങളടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓ, അവൻ്റെ പദ്ധതിയുടെ ഭാഗം, അവനൊരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ വേർതിരിച്ച ഒരു വിഭാഗമാണ് ഞാനും നിങ്ങൾ. വെറുതെ ഇവിടെ കൊണ്ടുവന്നതല്ല, ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി സ്വർഗത്തിലെ കർത്താവ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. മനസ്സിലായവർ രണ്ട് കരങ്ങളെ ചേർത്തടിച്ചു പറ, ഒരു ലക്ഷ്യത്തോടെയാണ് ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ദൈവം എന്നെ കൊണ്ടുവന്നത്. ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഒരു ലക്ഷ്യത്തോടു കൂടി, ഒരു ലക്ഷ്യത്തോടുകൂടി, ഒരു ഉത്തരവാദിത്തത്തോടുകൂടി ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. സഭയ്ക്ക് മുഴുവനായിട്ടൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ അങ്ങോട്ട് പറയുന്ന, ദേശത്തിനകത്ത് ദുർമരണങ്ങൾ നടക്കാതിരിക്കുന്നത് സഭയുള്ളത് കൊണ്ടാണ്. ദേശത്തിൽ അനർത്ഥങ്ങൾ മാറിപ്പോകുന്നത് സഭയുള്ളത് കൊണ്ടാണ്. സുനാമി വന്നിട്ട് ഇവിടെ നിന്നും വന്ന് കയറാതിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആൾക്കാർ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. അങ്ങനെ നമുക്ക് 100 സംഭവങ്ങൾ പറയുവാൻ കഴിയും. ഒരു പ്രദേശത്തെ മുഴുവനും നയിക്കുന്നത് അവിടെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ഒരു സഭയോടുള്ള ബന്ധത്തിൽ, ദേശത്തിൻ്റെ ആധിപത്യങ്ങൾ അല്ലെങ്കിൽ ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേനയെ നിയന്ത്രിക്കുന്നത് സഭയായിരിക്കപ്പെടുന്നു. പറഞ്ഞാൽ അതിനെ അമർച്ച ചെയ്യുന്നത് സഭയായിരിക്കുന്നു. കുടിയിരിപ്പ് ശക്തികളെ അമർച്ച ചെയ്യുന്നത് സഭയായിരിക്കും ാണ്. അതോടനുബന്ധിച്ച് വാഴ്ചകൾ, അധികാരങ്ങൾ, ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പോരുകളെ അതേ ഒക്കെ നിയന്ത്രിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെതായിട്ടുള്ള സഭയാണ്. അപ്പോൾ അതൊരു വലിയൊരു ഗ്രൂപ്പാണ്, ഒരു വലിയ കൂട്ടമായിരിക്കപ്പെടുകയാണ്. ആ സഭയ്ക്കകത്തേക്ക് വരുമ്പോൾ എനിക്കൊരു ഉത്തരവാദിത്തം അതിനകത്തുണ്ട്. ഞാൻ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് മാത്രമല്ല, അതിലുപരിയായിട്ട് ദൈവം എന്നെ ഏൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള ചില വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ അതിനകത്തേക്ക് ഉണ്ട് എന്നുള്ളതായിരിക്കപ്പെടുന്നു. എന്നാൽ ദൈവസഭയ്ക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എങ്കിൽ പൈശാചിക സഭകൾക്ക് അതിന് വിപരീതമായിട്ടുള്ള ചിലതുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 24 മുതൽ വായിക്കുമ്പോൾ, വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ദേമത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി, പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ട് ആകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്ത ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. അവിടെ ഒരു സഭ, ഒരു വലിയ കൂട്ടം അവിടെ രൂപപ്പെട്ട് കിടന്നു വരപ്പെടുകയാണ്. അർത്തമീസ് ദേവിയുടെ രൂപമുണ്ടാക്കി വിൽക്കുന്ന കുറേ തട്ടാന്മാർ, പ്രതിമയുണ്ടാക്കി, ക്ഷേത്രശക്തികളുടെ പ്രതിമകളുണ്ടാക്കി വിൽക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വരുമാന മാർഗം അതാണ്. രൂപങ്ങൾ കൊത്തി രൂപങ്ങൾ ഉണ്ടാക്കി വിൽക്കുക. അതിൽ നിന്ന് അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന അനുഭവം. എന്നാൽ പൗലൂസ് അവിടെ കടന്നു വന്ന് ശുശ്രൂഷ ചെയ്ത സമയങ്ങളിലേക്ക് പല രൂപങ്ങളും ഇരുന്ന സ്ഥാനത്തിൽ നിന്ന് നിലം പരിചായി പൊട്ടി താറുമാറായി പോയി. ചിലതൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ വീണ് പൊട്ടുമ്പോൾ അസ്വാഭാവികമായി പൊട്ടിയതെന്ന് വിചാരിക്കരുത്. ദൈവത്തിന് വേണ്ട എന്ന് തോന്നുന്നതൊക്കെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങപ്പെടുമ്പോൾ താനെ പൊട്ടിപ്പോകും. മനുഷ്യരായവർ രണ്ട് കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കുക. പൊട്ടിപ്പോയതൊക്കെ പോകട്ടെ. നിന്റെ ഭവനത്തിനകത്ത് വേണ്ടാത്തത് ചിലത് പൊട്ടിപ്പോകട്ടെ. നിന്റെ ഭവനത്തിനകത്ത് പാടില്ലാത്തത് ചിലത് പൊട്ടിപ്പോകട്ടെ. നിന്റെ ഭവനത്തിനകത്ത് പാടില്ലാത്ത ചിലതൊക്കെ പൊട്ടിപ്പോറി മാറിപ്പോകട്ടെ. യെസ്, പൗലൂസ് എന്നിട്ട് ജനങ്ങളെ പറഞ്ഞു, കൈപ്പണിയായ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടി വരും, പുരുഷൻ നമ്മുടെ സമ്പാദ്യം തൊഴിലാകുന്നുവല്ലോ. എന്നാൽ ഈ പൗലൂസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാർ അല്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നു. ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല എന്ന് ദൈവദാസന്മാർ പഠിപ്പിക്കുന്നു. രൂപമുണ്ടാക്കി ആ രൂപത്തിനകത്ത് ദൈവമില്ല, പൗലൂസ് പഠിപ്പിച്ചതാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു രൂപമുണ്ടെങ്കിൽ അതിനകത്ത് ദൈവം ഇല്ല. മീതെ സ്വർഗത്തിലെങ്കിലോ കീഴെ ഭൂമിയിലെങ്കിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം. കൽപ്പനയാണ്, വചനമല്ല.
കൽപ്പന എന്ന് പറഞ്ഞാൽ അറിയാമോ, എക്സ്ക്യൂസ് ഇല്ലാത്ത ഒരു സാധനമാണ്. അതങ്ങനെ ആയതുകൊണ്ട്, ഇങ്ങനെ ആയതുകൊണ്ട്, അതങ്ങനെയെന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല തന്നെ. ഇവിടെ ഈ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വസിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുകയും ഈ അർത്തമീസ് ദേവിയുടേതായിട്ടുള്ള രൂപം കൊത്തിവെക്കുന്ന എടുത്ത് അത് കൈപ്പണിയായിട്ടുള്ളതിൽ വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ കൈകൊണ്ട് തീർത്ത വിഗ്രഹങ്ങളിൽ ദൈവമില്ല എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഇവർക്ക് പ്രോഫിറ്റ് ഇല്ല, ഇവർക്ക് സെയിലില്ല, ഇവരുടെ ജോലി ബുദ്ധിമുട്ടിലേക്ക്. അപ്പോൾ ഈ തട്ടാൻ ഈ വിഗ്രഹം ഉണ്ടാക്കുന്നവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അതിന് ദേമത്യോസ് എന്ന് പറയപ്പെടുന്ന ഒരാളാണ് മുൻപിൽ നിന്നിട്ട് എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൂട്ടി. അതെന്തിനു വേണ്ടി? ഒരു ദൈവപ്രവർത്തിക്ക് വിപരീതമായി. എന്നാൽ ഈ പൗലൂസ് എന്നവൻ എന്ന് പറഞ്ഞവൻ മറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പൗലൂസിനെതിരായിട്ടൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി, പൗലൂസിനെതിരായിട്ട് ഒരു വിഭാഗത്തെ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരുടെ ഉപദേശത്തെ മറിച്ചു കളയുവാൻ, ഇവർക്ക് വിപരീതമായിട്ട് ചിലതൊക്കെയും ചെയ്യുവാൻ. അപ്പോസ്തലപ്രവൃത്തി 19 നിങ്ങൾ ഓടിച്ച് കടന്നു പോകുന്ന സമയത്തിൽ അതിനൊക്കെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് അവിടെ കഴിയുന്ന ഒരു ഭാഗം തന്നെ ആയിരിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളെ പ്രത്യേകാൽ ഓർപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ആ ഭാഗത്തിൽ തന്നെ ചെന്നിട്ട് സ്തോത്രം ഈ വിധത്തിലൊക്കെയും പറഞ്ഞ സമയത്തിലേക്കും 24 മുതലുള്ള ഭാഗങ്ങളിലാണ് അത് എഴുതിയിരിക്കുന്നത്. ആ ഭാഗത്തിൽ ഇങ്ങനെയാണ്, നമുക്ക് വീണ്ടും താഴോട്ട് കാണുകയാണെങ്കിൽ 26, അവർ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു, യോഹന്നാൻ സ്നാപകത്തിനെ കുറിച്ചും ആ വിധത്തിലേക്കായിരുന്നു. സ്തോത്രം. എന്നാൽ ഈ പൗലൂസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നല്ലോ. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതല്ലാതെ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസി മുഴുവനും ഭൂതലം ഭജിച്ചു പോരുന്നവരെ മാഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി യവസ്യരുടെ അർത്തമീസ് മഹാദേവി എന്ന് ആർത്തു. പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞോ. അവർ പൗലൂസിൻ്റെ കൂട്ടുയാത്രക്കാരായ ഗയോസ് അരിസ്തോസ് എന്ന മക്കദോന്യക്കാരെ പിടിച്ചുകൊണ്ട് സ്ഥലത്തിലേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞു. ഇവരെന്തിനാ ഒരുമിച്ച് കൂടിയത്? നല്ലത് ചെയ്യാനല്ല, ദൈവത്തിന് വിപരീതമായി പ്രവർത്തിക്കാൻ. ചില കൂട്ടങ്ങൾ നല്ലത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില കൂട്ടങ്ങൾ പൊല്ലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എല്ലാ കൂട്ടങ്ങളും നല്ലതല്ല, എല്ലാ കൂട്ടങ്ങളും നമുക്ക് നന്മ വരുത്തുന്നതല്ല. അതുകൊണ്ട് ഏത് കൂട്ടത്തിലെങ്കിലും ചെന്ന് ചേരുക എന്നുള്ളതിലേക്കല്ല, തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുന്ന ചില കൂട്ടങ്ങൾക്കകത്തേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ അത് നമുക്കൊരു അനുഗ്രഹത്തിനും അതൊരു വിടുതലിനുമായിട്ട് കാരണമായി തീരും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ പ്രത്യേകാൽ ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ 1 കൊരിന്ത്യർ 10-32 വാക്യത്തിൽ യഹൂദന്മാർക്കും യവനർക്കും ദൈവസഭയും ഇടർച്ചയില്ലാത്തവൻ, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവിൻ. യഹൂദന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രമായിരുന്നു ആദിമ സഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ യഹൂദരല്ലാത്തവരെല്ലാവരെ യവനന്മാർ എന്ന് പറഞ്ഞു. അപ്പോൾ 2 വിഭാഗങ്ങളായി ജനത്തെ വേർതിരിച്ചിരുന്ന കാലഘട്ടത്തിൽ കൊരിന്ത്യ ലേഖനത്തിനകത്തേക്ക് വരപ്പെടുമ്പോൾ മൂന്നാമതൊരു വിഭാഗം കൂടിയായിട്ട് വരപ്പെടുന്നു. അത് മറ്റൊന്നുമല്ല, ദൈവസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം ഒരുമിച്ചൊരു കൂട്ടമായപ്പോൾ സഭയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാതിനിധ്യം അവിടെ ലഭ്യമായി തീരുന്നു. 2 കൂട്ടരെന്നുള്ളത് 3 കൂട്ടരായിട്ട് തീർന്നു. 2 ജാതി എന്നുള്ളത് മൂന്നാമതൊരു വിഭാഗം. കർത്താവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സഭയായിട്ട് വന്നപ്പോൾ സഭയ്ക്ക് അവിടെ വളരെ പ്രാതിനിധ്യം ലഭിച്ചതായിട്ടും ബൈബിൾ എഴുതിയിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോഴും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-28 കടക്കുന്ന സമയത്തിലേക്കും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവൻ. അധ്യക്ഷരാക്കി ദൈവം ചിലരെ വേർതിരിച്ചു വച്ചിട്ടുണ്ട്, അവരെ മേയ്ക്കണം. പരിശുദ്ധാത്മാവാണ് സഭയെ നടത്തുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനൊരു അധ്യക്ഷനെ ദൈവമാക്കി വയ്ക്കും. അതാരാക്കി വയ്ക്കുന്നത്? സഭാ കമ്മിറ്റിയല്ല തിരഞ്ഞെടുത്ത് വയ്ക്കുന്നത്. വോട്ടവകാശം ലഭിച്ചവരെല്ലാവരും കൂടെ ചേർന്നിട്ടല്ല അതിനെ തിരഞ്ഞെടുത്ത് വയ്ക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു അപ്പോസ്തലനെ സഭയുടെ അധ്യക്ഷനാക്കി വയ്ക്കും. അതാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവും കൊടുക്കുക മാത്രമല്ല, അവർക്ക് ശാസനയും ഉപദേശവും കൊടുക്കണം എന്നുള്ളതാണ്. സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചു കൊള്ളണം. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? ആട്ടിൻകൂട്ടത്തെ അടിച്ചുകൊണ്ട് പോകും പലരും. ഇപ്പോൾ നിങ്ങൾ പാപത്തിലും ലോകത്തിലും മ്ലേച്ഛതകളിലൊക്കെ കിടക്കുന്ന സമയത്ത് നിങ്ങളെ ആർക്കും വേണ്ട.
പിശാചും പിടിച്ച് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ കിടക്കുന്ന സമയത്തിലാരും. പക്ഷേ ഈ സാത്താൻ്റെ പിടിയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് പാപത്തിൻ്റെ പിടിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി ഉപദേശം തന്ന് പ്രാർത്ഥിച്ച് അതെ നിങ്ങളെ നേർമാർഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് പലരും വരും. അതുകൊണ്ടാണ് പറഞ്ഞത് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിക്കണം. അപ്പോൾ അധ്യക്ഷന്മാർക്ക് ദൈവം കൊടുക്കുന്ന അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇല്ല എങ്കിൽ പലരും വന്ന് മോഷ്ടിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് കഴിവില്ലാതിരിക്കുമ്പോൾ നമ്മളെ ആർക്കും വേണ്ട. നമുക്ക് ആരോഗ്യമില്ലാതിരിക്കുമ്പോൾ നമ്മളെ ആർക്കും വേണ്ട. നമുക്ക് പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ ആർക്കും വേണ്ട. ലോകത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ ആർക്കും വേണ്ട. പക്ഷേ ഓരോ പ്രദേശത്തിലും കടന്നു ചെന്ന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളെല്ലാവരും VIP-കളാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിങ്ങൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കപ്പെടുമ്പോൾ പലരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കപ്പെടുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നിങ്ങളെ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടെ തന്നെ നിന്ന് കായ്ക്കാൻ ശ്രമിക്കണം. ഒരിക്കൽ കൂടെ ഒന്ന് കൈയടിച്ച്. ലോകം നമ്മളെ മാടി വിളിക്കപ്പെടുമ്പോൾ, ലോകത്തിൻ്റെ ഇമ്പങ്ങൾ മാടി വിളിക്കപ്പെടുമ്പോൾ, ലോകത്തിലേതായിട്ടുള്ള അന്യശക്തികൾ നമ്മെ മാടി വിളിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയങ്ങളിലേക്ക് നമ്മൾ ആ വിധത്തിലേക്ക് കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളായിട്ടല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു ഫാമിലി കടന്നു വന്ന സമയത്തിൽ ഇവരിങ്ങനെ പറഞ്ഞു, ഒരു വിധത്തിൽ അവരുടെ പ്രശ്നം മാറുന്നില്ല. വലിയ പ്രതിസന്ധികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നോക്കിയപ്പോഴത്തേക്കാ മനസ്സിൽ ദൈവമല്ലാത്തതിൻ്റെ അടുക്കലേക്ക് സേവിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തെ അറിഞ്ഞതിന് ശേഷം പോയപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ടും ശരിയാകുന്നില്ല. ഞാൻ പറഞ്ഞു, അനുദപിച്ചാൽ ഇത് പ്രാർത്ഥിച്ചാൽ പോകില്ല, അനുദപിക്കണം. നിങ്ങളെ ലോകം മാടി വിളിക്കുമ്പോൾ, ലോകത്തുള്ളവർ മാടി വിളിക്കപ്പെടുമ്പോൾ, മാത്രമല്ല സ്തോത്രം മറ്റുള്ളവർ നിങ്ങൾ ഫലം കായ്ക്കുന്നു എന്നറിയപ്പെടുമ്പോൾ നിങ്ങളെ മാടി വിളിക്കുന്ന സമയങ്ങളിലേക്കും സ്വർഗത്തിലെ കർത്താവ് നമ്മളെ നിലനിർത്തിയിരിക്കുന്ന മേഖലകളിൽ പറ്റിപ്പിടിച്ചു നിൽക്കുവാനായിട്ട് മറന്നു പോകരുത്. അന്യശക്തികളുടെ അടുക്കലേക്ക്, അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് പോകാതിരിക്കുന്നത് പോലെ തന്നെ ലോകത്തിലോ പാപത്തിലോ കടന്നു പോകുവാനായിട്ട് ശ്രമിക്കാതെ ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുവാൻ ദൈവസഭ ആയിരിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുക. അപ്പോൾ സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഒരു അധ്യക്ഷൻ്റെ പ്രത്യേകമായ ജോലിയാണ്. അവരെ നിലനിർത്തുക എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ദൈവിക ഉപദേശങ്ങളും ദൈവികമായിട്ടുള്ള വിടുതലിൻ്റെയും അല്ലെങ്കിൽ സൗഖ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒക്കെയും നന്മകൾ പകർന്ന് നിങ്ങളെ ഉറപ്പിക്കുവാൻ ബലപ്പെടുത്തുവാൻ ദൈവം ഓരോ സഭയ്ക്കും അതാത് അധ്യക്ഷന്മാരെ ദൈവം വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് 3 സഭാവിഭാഗങ്ങൾ. ഒന്ന് ആഗോള സഭയെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു, 2 ലോക്കൽ സഭയെക്കുറിച്ച് പറഞ്ഞു, മറ്റൊന്ന് അദൃശ്യ സഭ. അദൃശ്യ സഭ ഇപ്പം ഞാൻ പറയുന്നില്ല, വെളിപ്പാട് പുസ്തകത്തിനകത്ത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അദൃശ്യ സഭ എന്ന് പറയപ്പെടുമ്പോൾ കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും മധ്യാകാശത്തിൽ വന്നിട്ട് തൻ്റെ വിശുദ്ധ സഭയെ സ്വർഗത്തിലേക്ക് എടുക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് എടുക്കുന്ന സഭയ്ക്കകത്ത് അതിപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. ബൈബിൾ പഠിപ്പിക്കുന്ന എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയപ്പെടാത്ത വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ അവിടെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു ഗ്രൂപ്പിനെ കർത്താവ് അദൃശ്യ ലോകത്തിലാക്കി വയ്ക്കപ്പെടും. അത് വലിയൊരു സബ്ജക്റ്റാണ്, പോകുന്നില്ല. നിത്യതയെക്കുറിച്ചും നിത്യസ്വർഗത്തെക്കുറിച്ചും സഭയുടെ വീണ്ടെടുപ്പിനെക്കുറിച്ചും മധ്യാകാശത്തിലേക്ക് സഭയെ വേർതിരിക്കുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ആ ഭാഗമായിരിക്കപ്പെടുമ്പോൾ ഇവിടെ ലോക്കൽ ചർച്ചസിനെ കുറിച്ച് നോക്കുന്ന സമയത്തിൽ അവിടെ ഒരു അധ്യക്ഷനെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. ആ അധ്യക്ഷൻ സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ളതിനെ കുറിച്ച് തന്നെ ആയിരിക്കുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം അത് വിശുദ്ധമായിരിക്കണം എന്നുള്ളത് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. അത് അപ്പോസ്തലികം ആയിരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല ഉപദേശം ഉള്ളതായിരിക്കപ്പെടണം സഭ എന്നുള്ളത്. ഉപദേശമില്ലാത്തതാകരുത് സഭ എന്നുള്ളത് ദൈവത്തിന്. ഒന്ന് വിശുദ്ധമായിരിക്കണം, വിശുദ്ധമായിരിക്കണം. മാത്രമല്ല ആഗോള സഭയെക്കുറിച്ച് നോക്കുന്ന സമയത്തിൽ സഭ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. അതാണ് സഭയുടെ പ്രത്യേകത. അത് മനുഷ്യൻ വളർത്തുന്നതല്ല, അത് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് വളർത്തുന്നതാണ്. ഒരിക്കൽ കൂടെ കരങ്ങളെ ചേർത്തടിച്ച് ആമേൻ. 2 അത് വിശുദ്ധമായിരിക്കണം എന്നുള്ള ദൈവത്തിന്. 3 അപ്പോസ്തലികം ആയിരിക്കണം. അപ്പോസ്തലികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ, ഒരു വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത്
അതിനകത്ത് ഒരു സ്ട്രക്ചർ ഉണ്ടായി, അല്ലെങ്കിൽ എന്താ പറയുക, അതിനകത്ത് യഥാർത്ഥത്തിൽ കുറച്ച് ലോ ഉണ്ടായി, അല്ലെങ്കിൽ റൂൾസ് ഉണ്ടായി. നമ്മളൊരു വീടാണെങ്കിലും അതിനകത്ത് കുറച്ച് ചിട്ടയുണ്ടായിരിക്കണം. രാവിലെ എഴുന്നേറ്റ് ഭാര്യയെ ചായ ഇടണം. അത് ഭർത്താവാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, മോളാണെങ്കിൽ, മോനാണെങ്കിൽ, ആരും ആയിക്കട്ടെ, ഒരു റൂളുണ്ട്. ഇന്നയാൾ രാവിലെ എഴുന്നേറ്റ് ചായ ഇടുക. ഇനി അടുത്ത് കാപ്പി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു റൂൾ ഉണ്ടായിരിക്കും. ഓരോ ദിവസവും ഉണ്ടാകണമെന്നും ആയിരിക്കത്തില്ല, മിക്കവാറും അത് നിൻ്റെ ജോലിയാണ്, എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമില്ല, അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പർച്ചേസ്, അത് കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ചിലതൊക്കെ കൂട്ടായിട്ട് അവർ ചെയ്യും, പക്ഷേ എങ്കിലും അതിനകത്ത്. പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വൈകിട്ട് ഇത്ര മണിക്ക് മുമ്പ്, പഠിക്കാൻ പോകുന്ന പിള്ളേരാണെങ്കിൽ കുഴപ്പമില്ല മക്കളെ 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. അങ്ങനെയല്ല, റൂളല്ല. നീ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഡെയിലി വീട്ടിൽ വരണം. ഇത് റൂളാണ്. ആ റൂൾ അനുസരിച്ച് പോകണം. ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ, ഒരു കുഞ്ഞ്, ഇവരെക്കുറിച്ചൊക്കെ നോക്കുന്ന സമയത്തിൽ എല്ലാറ്റിനും ഒരു റൂൾസ് ഉണ്ട്. ആ റൂള് പോലെയാണ് സഭയ്ക്ക് ഉപദേശം ഉണ്ടായിരിക്കണം. അതിനെയാണ് അപ്പോസ്തലിക ഉപദേശം. സഭ എങ്ങനെയായിരിക്കണം, ഏത് വിധത്തിലായിരിക്കണം, വരണവനും പോണവനും ഏത് വിധത്തിലും അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് അങ്ങനെയൊന്നുമല്ല. ദൈവത്തിൻ്റെ സഭ, പരിശുദ്ധാത്മാവ് നടത്തുന്ന സഭയ്ക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതിനെയാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം. ആ ഉപദേശം അവർ അംഗീകരിക്കപ്പെടണം. തങ്ങൾക്ക് ബോധിച്ചതുപോലെയല്ല, തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയല്ല. ഉപദേശത്തിൻ്റെ കീഴിൽ കടന്നു പോകുമ്പോഴാണ് ആ സഭയ്ക്ക് ഒരനുഗ്രഹം വരുന്നത്.